അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബ് 27 രാവാണ് കടന്നു വരുന്നത്. ഈ രാവിന്റെ മഹത്വം നമുക്കൊക്കെയും അറിയാം. ഉസ്താദന്മാരുടെ വാദുകളിലൊക്കെയും കേട്ടവരായിരിക്കും. ഈ രാവിന്റെ മഹത്വം വല്ലാത്ത അനുഗ്രഹീതമായ ഒരു രാവാണ്. പരിശുദ്ധമായ നിസ്കാരം, 5 വക്ത് ഫർള് നിസ്കാരം അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു മഹത്തായ ഒരു രാവാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയും അവിടെ വെച്ച് അല്ലാഹു തആല മുത്തായ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റായി കൊടുത്തയച്ച ഒരു മഹത്വമുള്ള അത്ഭുത ഒരു അമലാണ് നിസ്കാരം എന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ വല്ലാത്ത മഹത്വമുണ്ട്, ഈ രാത്രിക്ക് വല്ലാത്ത പവറുണ്ടെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ രാവ് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരു രാവാണ്. ഈ രാത്രിയിൽ ഉറങ്ങി നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കാതെ ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മഹത്വമുള്ള ഒരു രാവാണ് പരിശുദ്ധ റജബ് 27 രാവ്. അതുകൊണ്ട് എല്ലാവരും ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയും അവിടുന്ന് മുത്തായ തങ്ങൾക്ക് അവിടുന്ന് തങ്ങൾ ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തങ്ങൾ അവിടത്തെ ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ ദിക്ർ അവർ ധാരാളം ചൊല്ലട്ടെ. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ ദിക്ർ നിങ്ങളുടെ ഉമ്മത്തിങ്ങൾ അവർ ധാരാളം ചൊല്ലട്ടെ, തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഈ ദിക്ർ മിൻ ഗൈറാത്തിൽ ജന്ന, സ്വർഗത്തിലെ കൃഷിയാണ് ഈ ദിക്ർ എന്നുള്ളത്. ഒരു തവണ ചൊല്ലിയാൽ ഒരു കൃഷിയിടം അല്ലാഹു തആലവിന് വേണ്ടി സൃഷ്ടിക്കപ്പെടും. അത് ചെറിയ കൃഷിയിടമൊന്നുമല്ല, അത്ഭുതമായിരിക്കും. അല്ലാഹു അവന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ആ കൃഷിയിടം സ്വർഗത്തിലേക്ക് എത്തിയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ദിക്ർ ചൊല്ലിയവർക്ക് അല്ലാഹു തആല നിർമ്മിക്കപ്പെട്ട ആ കൃഷിത്തോട്ടങ്ങളെ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ഒറ്റ തവണ ചൊല്ലുമ്പോൾ ഒരു കൃഷിത്തോട്ടം അല്ലാഹു തആല ഒരു തോട്ടം അവന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിക്കപ്പെടുമ്പോൾ ധാരാളം ചൊല്ലുമ്പോൾ നമുക്ക് എത്രയായിരിക്കും അല്ലാഹു തആല സ്വർഗത്തിൽ നിർമ്മിക്കപ്പെടുക, അല്ലാഹു തആല ഉണ്ടാക്കുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ എന്നുള്ളത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് ധാരാളമായി ഈ രാത്രിയിൽ നമുക്ക് ചൊല്ലാൻ മഹാന്മാരൊക്കെയും ഉസ്താദന്മാരൊക്കെയും പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് ഈ ദിക്ർ എന്നുള്ളത്. അതുകൊണ്ട് ധാരാളമായി ഈ രാത്രിയിൽ അതേപോലെ നാളത്തെ പകൽ സമയത്തും ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ ഈ രാത്രിയിൽ കൂടുതലായി അധികരിപ്പിക്കേണ്ട മറ്റൊരു സൽക്കർമ്മം ഇസ്തിഗ്ഫാർ എന്നുള്ളതാണ്. ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്നിങ്ങനെ ധാരാളം ചൊല്ലണം. ഈ പരിശുദ്ധ റജബിൽ അധികരിപ്പിക്കേണ്ട ഒരു സൽക്കർമ്മമാണ്, ഒരു അമലാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അതേപോലെ തന്നെ നാളത്തെ പകൽ സമയം നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുള്ള ദിവസമാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ കാണാം, നാളത്തെ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റാ, അദ്ദേഹത്തിന് 60 മാസം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്ന് മഹാനവറുകൾ നമുക്ക് കൊണ്ടുവന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് എല്ലാവരും നാളത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ നാളത്തെ നോമ്പിൽ നമുക്ക് 2 നോമ്പിന്റെ മഹത്വം ലഭിക്കും. നാളെ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം നോമ്പനുഷ്ഠിക്കാൻ സുന്നത്തുള്ള ദിവസമാണ്, എല്ലാ വ്യാഴാഴ്ച ദിവസവും. അതേപോലെ തന്നെ നാളെ റജബിന്റെ 27 നോമ്പും 2 നമുക്ക് വ്യാഴാഴ്ചയുടെ നോമ്പും റജബ് 27 നോമ്പും ഒന്നിച്ച് നിയത്ത് വെച്ച് അനുഷ്ഠിച്ചാൽ 2 നോമ്പിന്റെ മഹത്വം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ രാവിനെ ധന്യപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ, നിങ്ങളുടെ ദുആകളൊക്കെയും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഉസ്താദന്മാരെയും നിങ്ങൾ ചേർക്കണം, ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.